കാരണം എല്ലാവരും സംരംഭകനാകാൻ ജനിച്ചവരല്ല. സംരംഭകനാകാൻ വേണ്ട ചില സ്കില്ലുകളുണ്ട്, ചില വൈദഗ്ധ്യങ്ങളുണ്ട്, ചില മെയ്വഴക്കങ്ങളുണ്ട്, ചില തന്ത്രജ്ഞതയുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ മുഖ്യമന്ത്രി വരെ ആകണമെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വൈദഗ്ധ്യം പോരാ. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു സംരംഭകനാകാൻ ജനിച്ചയാളല്ല. ഏറ്റവും നല്ല ന്യൂറോ സർജൻ ആകാൻ നമ്മളാരും ജനിച്ചതല്ലാത്തതുപോലെ, ഏറ്റവും നല്ല ആർക്കിടെക്ട് ആകാൻ നമ്മളാരും ജനിച്ചതല്ലാത്ത പോലെ, ഏറ്റവും നല്ല പാചക വിദഗ്ധരാകാൻ നമ്മളെല്ലാവരും ജനിച്ചതല്ലാത്തതുപോലെ, നല്ല സംരംഭകരാകാനും ചില സ്കില്ലുകൾ ആവശ്യമാണ്, ചില വൈദഗ്ധ്യങ്ങൾ ആവശ്യമാണ്, ജന്മസിദ്ധമായ ചില വാസനകൾ ആവശ്യമാണ്, നയജാതിരികൾ ആവശ്യമാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള ബുദ്ധി, വൈഭവം ഒക്കെ വേണം. ഇതുള്ളവരൊക്കെ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ. പെരുമാറുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം ഉണ്ടാക്കുന്നത്? ഒരാംബിയൻസ് നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നുണ്ട്, ഇല്ലേ? കൊച്ചി മെട്രോയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ KSRTC ബസ് യാത്ര ചെയ്യുന്ന മനോഭാവത്തിലല്ല യാത്ര ചെയ്യുന്നത്. കൊച്ചിയിലെ വാട്ടർ മെട്രോയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നാണയം കൊണ്ട് നിങ്ങളുടെ പേര് എഴുതിയിടുന്നില്ല. എന്താണ് വ്യത്യാസം? അപ്പോ ആംബിയൻസ് നന്നാക്കുക